Good morning, my dear students. Today's topic partners and their relations. ഒരു LLP-യിലുള്ള പാർട്ട്നേഴ്സും അവരുടെ റിലേഷൻസിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 22-ല് എലിജിബിലിറ്റി ടു ബി പാർട്ട്നേഴ്സ്. അതായത് LLP-യിൽ രജിസ്റ്റർ ചെയ്ത് പാർട്ട്ണർ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്? അതായത് ഇതിൽ എന്താ എലിജിബിലിറ്റി? ആരൊക്കെയാണോ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളത് അവരൊക്കെ ആരുടെ നെയിം ഒക്കെയാണ് വന്നിട്ടുള്ളത് അവരൊക്കെ പാർട്ട്നേഴ്സ് ആണ്. അതാണ് എന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അടുത്തത് LLP അഗ്രിമെന്റ് സെക്ഷൻ 23-ൽ പറയുന്നുണ്ട്. സെക്ഷൻ 23-ൽ പറയുന്നത് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ, അതായത് മ്യൂച്വൽ ആയിട്ട് അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് of an LLP, and the mutual rights and duties of LLP and its partners are to be governed by the LLP agreement between the partners or between the LLP and its partners. LLP-യും പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങനെ അവരുടെ അഗ്രിമെന്റ് ഒക്കെ എങ്ങനെയുള്ളതാണെന്നാണ് സെക്ഷൻ 23-ൽ പറയുന്നത്. സച്ച് അഗ്രിമെന്റ് ഹാസ് ടു ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. അങ്ങനെ ഇവര് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി LLP-യുടെ ഡെഫിനിഷൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് മീൻസ് എനി റിട്ടേൺ അഗ്രിമെന്റ്. LLP അഗ്രിമെന്റ് പറയുന്നത് എനി റിട്ടേൺ അഗ്രിമെന്റ്, റിട്ടേൺ ആയിരിക്കണം. ബിറ്റ്വീൻ ആരായിരിക്കും റിട്ടേൺ അഗ്രിമെന്റിലുള്ളവര്? പാർട്ട്നേഴ്സ് ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഏതാണോ LLP ആ അതിലെ പാർട്ട്നേഴ്സ്. ഓർ ബിറ്റ്വീൻ ദ LLP ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ LLP-യും അതിന്റെ പാർട്ട്നേഴ്സും തമ്മിൽ, ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ് വിച്ച് ഡിറ്റർമിൻസ് ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. അതിലെന്ത് തീരുമാനിക്കും? ഈ അഗ്രിമെന്റിൽ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് റൈറ്റ്സ് ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. ആൻഡ് their rights and duties in relation to that limited liability partnership. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ അത് ആ LLP-യോട് ഇവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നോക്കും. ഇൻകോർപ്പറേഷന് മുൻപായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടീസ് ഇതും റൈറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂ സബ്സ്ക്രൈബ്ഡ് ദെയർ നെയിംസ് ടു ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് മേ ഇമ്പോസ് ഒബ്ലിഗേഷൻ. അങ്ങനെയുള്ള സമയത്ത് ആരുടെ പേരൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് അവർക്കൊക്കെ ഒബ്ലിഗേഷൻസ് അതിൽ വരുന്നതാണ്. ഇനി സെൻസേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ഉള്ള സെക്സേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ കം ടു ആൻ എൻഡ്, അതാണ് കേട്ടോ. സെക്ഷൻ 24-ലാണ് അതിനെ കുറിച്ച് പറയുന്നത്. പ്രൊവൈഡ്സ് ദ സർക്കംസ്റ്റൻസസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് അണ്ടർ വിച്ച് ഓർ പേഴ്സൺ ഇൻ വിച്ച് എ പേഴ്സൺ മേ സീസ് ടു ബി എ പാർട്ട്ണർ ഓഫ്. ഒരു LLP-യുടെ പാർട്ട്ണർ കം ടു ആൻ എൻഡ് ആകുന്നത്, അതായത് ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു പാർട്ട്ണർ അല്ലാതെ ആകുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആകാതിരിക്കാനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? എ പേഴ്സൺ മേ സീസ് ടു ബി എ പാർട്ട്ണർ ഓഫ് ആൻ LLP ഇൻ അക്കോർഡൻസ് വിത്ത് ആൻ അഗ്രിമെന്റ് വിത്ത് അതർ പാർട്ട്നേഴ്സ്. മറ്റുള്ള അഗ്രിമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഒരു പേഴ്സൺ പാർട്ട്ണർ ആകുന്നതും പാർട്ട്ണർ അല്ലാതാകുന്നതും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അഗ്രിമെന്റിന്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ സർവീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നോട്ട് ലെസ് ദാൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ, 30 ദിവസത്തിനുള്ളിൽ തന്നെ അറിയിക്കേണ്ടതാണ്. ഒരു പാർട്ട്ണർ LLP-യിൽ എങ്ങനെയാണ് സീസ് ആകുന്നത്? ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ LLP ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ if he has applied to be adjudged as an insolvent or declared as an ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തായിട്ട് വരുന്നതായിരിക്കും? ഡിസ്ക്വാളിഫൈഡ് ആകുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹാസ് നോട്ടീസ് ദാറ്റ് ഫോർമർ പാർട്ട്ണർ ഹാസ് ടു ബി സോ, നോട്ടീസ് ഓഫ് ഹിസ് സീസിങ്, ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് സീസിങ് ആവുന്നത് വേഗം തന്നെ രജിസ്ട്രാറെ അറിയിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നോക്കേണ്ടതാണ്.
രജിസ്ട്രേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ പാർട്ട്നേഴ്സ്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പ്ലേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്ത് വരുന്നതായിരിക്കും, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? എല്ലാ പാർട്ട്നേഴ്സിനെയും ഇൻഫോം ചെയ്യേണ്ടതാണ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ. എത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കേണ്ടതാണ്? 2 ആഴ്ചക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. when a person becomes When a person becomes a partner or ceases to be so, the LLP has to inform the registrar within 30 days. ഒരാള് പാർട്ട്ണർ അല്ലാതാകുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ തന്നെ അറിയിക്കണം. അതുപോലെ തന്നെ സിമിലർ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും രജിസ്ട്രാറേയും അറിയിക്കേണ്ടതാണ്. എ നോട്ടീസ് ഓഫ് ഫൈൽഡ് ഹാസ് ടു ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. നോട്ടീസ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഫീസ് അക്കമ്പനി ചെയ്തിട്ടുണ്ടായിരിക്കണം. സിഗ്നേച്ചർ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് റിലേറ്റ്സ് ടു ആൻ ഇൻകമിംഗ് പാർട്ട്ണറെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ ആ പാർട്ട്ണറെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും അതിലുണ്ടായിരിക്കേണ്ടതാണ്. എ പേഴ്സൺ ഹൂ സീസസ് ടു ബി എ പാർട്ട്ണർ മേക്ക് ഹിംസെൽഫ് ഫയൽ വിത്ത് രജിസ്റ്റർ എ നോട്ടീസ്. ഇനി ഞാനാണ് ഒരു LLPയിൽ സീസസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ പേഴ്സണൽ ആയിട്ടൊക്കെ അറിയിക്കാനായിട്ടൊക്കെ രജിസ്ട്രാറെ അറിയിക്കാനൊക്കെ സാധിക്കുന്നതാണ്. എക്സ്റ്റെൻഡ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് LLP ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ ലൈബിലിറ്റി, ലിമിറ്റേഷൻ ഓഫ് ലൈബിലിറ്റി അതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പാർട്ട്ണർ ഏജന്റ്. Section 26 provides that every partner of LLP for the purpose of its business is its agent, not other partners. എല്ലാ പാർട്ട്നേഴ്സിനെയും എന്തായിട്ടാണ് എന്തുപോലെ കാണുന്നതായിരിക്കും? ഒരു ഏജന്റ് ആയിട്ട്, ബിസിനസിന്റെ ഏജന്റ് ആയിട്ട് കാണുന്നതാണ്. എക്സ്റ്റെൻഡ് ഓഫ് ലയബിലിറ്റി, അതായത് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റിയിൽ എക്സ്റ്റൻഷൻ വരുന്നത് ഏതൊക്കെ അവസരത്തിലാണ് എക്സ്റ്റൻഷൻ വരുന്നത്? അതായത് സബ്സെക്ഷൻ പ്രൊവൈഡ്സ് that LLP is liable if any of its partners become liable of any person as a result of wrongful. എക്സ്റ്റൻഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ വേറെ ഏതെങ്കിലും വ്യക്തികളോട് റോങ്ഫുൾ ആയിട്ട് ആക്ട് ചെയ്യാം, ഫ്രോഡ് ആവാം, മിസ്റെപ്രസെന്റേഷൻ ആകാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ട് മാറുന്നതായിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്റ്റെൻഡ് ഓഫ് ലൈബിലിറ്റി ഓഫ് എ പാർട്ട്ണർ. അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ റീസൺസ് ഓൺലി ഫോർ ദ ഫാക്ട് ദാറ്റ് ഹീസ് എ പാർട്ട്ണർ ഓഫ് എ പാർട്ട്ണർ ഈസ് നോട്ട് ടു ബി എ പേഴ്സണൽ ലയബിൾ ഫോർ ദ റോങ്ഫുൾ ആക്ട് or omission of any other partner. However, the obligation of an LLP shall not affect the personal liability. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണൽ ലയബിലിറ്റിയിൽ മറ്റുള്ളവരുടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനി അടുത്തത് ഹോൾഡിംഗ് ഔട്ട്. എന്താണ് ഹോൾഡിംഗ് ഔട്ട്? അതായത് ലയബിലിറ്റി ബൈ ദ ഹോൾഡിംഗ് ഔട്ട് അറൈസസ് വെൻ എ പേഴ്സൺ റെപ്രസെന്റ്സ് ഹിംസെൽഫ് ഓർ പെർമിറ്റ്സ് ഹിംസെൽഫ് ടു ബി represented as a partner of an LLP. Such a representation may take place by words spoken or written by conduct. The liability arises towards the person who has on the faith of such a representation നാളെ തൊട്ടെടുക്കാം. ആ ഭാഗം ഹോൾഡിംഗ് ഔട്ട് നാളത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു.